വസീലത്തുൽ അഹ്മദിയ അത്വരീഖത്തുൽ മുഹമ്മദിയ എന്നതിൻ്റെ ശറഹ്. അതാണ്. അതും കൂടി വായിച്ചാൽ നമുക്ക് നിർത്താം. എല്ലാം നമ്മളിപ്പോ ഖൗറാനി ഇമാമിന്റെ കിതാബ് വായിച്ചു. ഏതാ കിതാബ്? കൗസറുൽ ജാരി, സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനം. അതില് വലാ യഖ്ദുറു അൻ യഖൂല അന റസൂലുള്ളാഹ്, ഞാൻ റസൂലാണെന്ന് പറയാൻ കഴിയില്ല പിശാചിന്. അപ്പൊ ഇദ്ദേഹം പേരോടനൊന്ന് ന്യായീകരിക്കണല്ലോ, അതിനു വേണ്ടി ഒന്ന് പറഞ്ഞു നോക്കി. എന്ത്? ഖൗറാനി ഇമാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ പിശാചിന് അന റസൂലുള്ളാഹ് എന്നു പറഞ്ഞു വരാൻ കഴിയും എന്നും ചില കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് അദ്ദേഹം ഉദ്ധരിച്ചതാണ് അൽ വസീലത്തുൽ അഹ്മദിയ എന്ന അത്വരീഖത്തുൽ മുഹമ്മദിയയുടെ ശറഹ്. ഞങ്ങൾ അന്ന് പറഞ്ഞു, നിങ്ങൾ വായിച്ചതിൽ എന്തുണ്ട്? ഖാദിറുൻ അലാ അൻ യഖൂല അന റസൂലുള്ളാഹ്, അന റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു വരാമെന്നൊക്കെ ഉണ്ട്, പക്ഷേ വായിച്ച സ്ഥലം മാറിപ്പോയി. നമ്മുടെ വിഷയം ഫിൽ മനാം, ഉറക്കത്തിൽ എന്നാണ്. ഇത് ഞങ്ങൾ പറഞ്ഞിരുന്നു. അദ്ദേഹം പറയട്ടെ എന്നിട്ട് ഞാൻ വരാം. അപ്പൊ അവിടെ അത് സ്വപ്നത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടോ? സ്വപ്നത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഫിൽമനാമിന്ന് പറഞ്ഞിട്ടില്ല, അവിടെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അത് സ്വപ്നത്തിനെ പറ്റിയല്ല, അത് ഉണർവിനെ പറ്റി പറഞ്ഞതാണ്. ഉണർച്ചയിൽ ഇബ്ലീസിന് വരാം. ഉണർച്ചയിൽ ഇബ്ലീസിന് ഞാൻ റസൂലാണെന്ന് വരാം. ഉറക്കത്തിൽ വരാൻ പറ്റൂല എന്നേ നമ്മുടെ മൗദൂ അത്രേ ഉള്ളൂ, നമ്മുടെ വിഷയം അത്രേ ഉള്ളൂ. ഉണർച്ചയിൽ പിശാചിന്റെ രൂപത്തിൽ തന്നെ അന റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു വരാം എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞാൽ ഒരുപാട് അപകടങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പായിട്ട് ഇവിടെ എന്താണ് അൽ വസീലത്തുൽ അഹ്മദിയയിലും അൽ ബരീഖത്തുൽ മഹ്മൂദിയയിലും പറഞ്ഞത് എന്താണ്? നമ്മളിലേക്ക് വരാം. അങ്ങനെ പറഞ്ഞാൽ എന്താ പ്രശ്നം? ഉണർച്ചയിൽ പറയാൻ പറ്റുമോ? അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ആദ്യത്തെ വിഷയം എന്താ? വസീലത്തുൽ അഹ്മദിയ എന്ന കിതാബിൽ പിശാചിന് അന റസൂലുള്ളാഹ് എന്നു പറഞ്ഞു വരാൻ കഴിയും എന്നത് ഫിൽ മനാം, ഉറക്കത്തിൽ എന്ന നമ്മുടെ സബ്ജക്റ്റിൽ അല്ല. നമ്മുടെ വിഷയം ഏതാണ്? മർആനി ഫിൽ മനാം, ഉറക്കത്തിൽ കണ്ടാൽ എന്നതാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ അദ്ദേഹം പറയുന്നത് അല്ല, വസീലത്തുൽ അഹ്മദിയയിൽ പറഞ്ഞതിൻ്റെ താല്പര്യം അല്ലെങ്കിൽ പറഞ്ഞത് രണ്ടു കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും അദ്ദേഹം ഒന്ന് വായിക്കട്ടെ. അത് വായിക്കട്ടെ. ഞങ്ങളിൽ നിന്ന് വല്ല കറാഹത്തോ ഹറാമോ ഉണ്ടായാൽ ഞങ്ങൾക്ക് സ്വപ്നത്തിൽ ഞങ്ങൾക്ക് ഉണർത്തപ്പെടും. ഉറക്കത്തിൽ സ്വപ്നം കാണിച്ചു തരും. അതോ അവിടെ സ്വപ്നത്തിനെ പറ്റിയാണ് ചർച്ച. അപ്പൊ ഹലാൽ ഏത് ഹറാം ഏത് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. നിങ്ങൾ ഞങ്ങളെ പറ്റി ഞങ്ങളെ ഹറാമ് ചെയ്യുന്നവരാണെന്ന് പറയുന്നുണ്ടല്ലോ, പക്ഷേ സ്വപ്നത്തിൽ ഉറക്കത്തിൽ ഞങ്ങളോട് അതിനെ കുറിച്ച് യാതൊരു വിലക്കും വന്നിട്ടില്ല. അതുകൊണ്ട് അത് ഹലാലാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇതുപോലുള്ള തെറ്റായ വാദങ്ങളാണ് ഈ കള്ള സൂഫികൾ വെച്ചു പുലർത്തുന്നത്. കുല്ലുഹു ഇൽഹാദും വദലാലുൻ, അതൊക്കെ പിഴച്ച വാദങ്ങളാണ്, വ്യതിയാനങ്ങളാണ്. ലിഖുറൂജിഹി അൻ തരീഖിൽ മഅ്മൂരി ബിസുലൂകിഹാ, കാരണം അതൊക്കെ യഥാർത്ഥ മാർഗത്തിൽ നിന്ന് പുറത്തുപോയ വാദങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനെ ഗണ്ണിച്ചുകൊണ്ട് പറയാണ്. വസീലത്തുൽ അഹ്മദിയിൽ ആ കള്ള സൂഫികളുടെ ഇത്തരം ജൽപ്പനങ്ങളെ ഗണ്ണിച്ചുകൊണ്ട് തുടർന്ന് പറയാണ്, ഇത് കുല്ലുമായ റാഹുൽ ഇൻസാനു ഫിൻ നൗമി വൽ യഖളതി, ഒരു മനുഷ്യൻ തന്റെ ഉറക്കത്തിലും ഉണർവിലും കാണുന്ന എല്ലാ കാര്യങ്ങളെല്ലാം സഹീഹൻ, ശരിയല്ല. അപ്പൊ ഉണർച്ചന്റെ കാര്യം മാത്രമല്ല, ഉണർവിലുള്ളതും പറയുന്നുണ്ട്, ഉറക്കത്തിലുള്ളതും പറയുന്നുണ്ട്.
بل يكون بعضه عن الخواطر النفسانية وبعضه من الوساوس الشيطانية وبعضه من الله بإلهام ملك الرؤيا. ചിലത് സ്വന്തമായ നഫ്സാനിയായ തോന്നലുകളിൽ നിന്നുണ്ടായതായേക്കാം, ചിലത് പൈശാചികമായ ദുർബോധനങ്ങളിൽ നിന്നുണ്ടായതായേക്കാം, ചിലത് സ്വപ്നത്തിന്റെ മലക്കിന്റെ ഇൽഹാമിലൂടെ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടായതായേക്കാം. അപ്പോ ബാക്കിയുണ്ട് വായിക്കുന്നുണ്ട്, ഞാനത് ക്ലിയർ ചെയ്തേക്ക് വരാം. വസീലത്തുൽ അഹ്മദിയ വായിക്കുകയാണ്. മുമ്പര് പറയാ ഇത് വെറും ഉണർച്ചയിൽ മാത്രമല്ല, ഇവിടെ മനാമിന്റെ കാര്യവും പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നിട്ട് സൂഫിയാണെന്ന് പറയുന്ന ചിലർ വാദിക്കുന്ന വാദങ്ങളെ ഗണ്ണിക്കുകയാണ് ഈ മുസന്നിഫ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്. അപ്പൊ നമ്മളെ നാട്ടിലുണ്ടല്ലോ വ്യാജ സുഹബയും വ്യാജ ഷെയ്ഖും, അതേപോലെ തന്നെ ഒക്കെ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വാരിസൊക്കെ വാദിച്ച് പോകുന്ന ചില ആളുകൾ അവരെ ചില തോന്നലുകളൊക്കെ ഉപയോഗപ്പെടുത്തി അതാണ് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞതിനെ ഗണ്ണിക്കുകയാണ്. വസീലത്തുൽ അഹ്മദിയയിൽ എന്താ ഗണ്ണിച്ചു പറഞ്ഞത്? ഇത് ലൈസ കുല്ലു മാ യറാഹുൽ ഇൻസാനു ഫിൻ നൗമി വൽ യഖ്ള, ഉണർച്ചയിലും ഉറക്കത്തിലും മനുഷ്യൻ കണ്ടത് മുഴുവനും ശരിയല്ല. പിന്നെയോ അത് ചിലപ്പോൾ പിശാചിന്റെ വസ്വാസാകാം. വബഅദുഹു മിനല്ലാഹി ബിഇൽഹാമി മലക്കിർ റുഅ്യ, ചിലപ്പോൾ മലക്കിന്റെ ഭാഗത്തുനിന്ന് ശരിയായതാവാം. ഫലാ ബുദ്ദ മിനത് തംയീസ് ബൈന ഹാദിഹി സലാസ, ഇത് ഏതാണെന്ന് മനസ്സിലാക്കൽ നിർബന്ധമായി. എന്തിനു വേണ്ടി? ഇത് സത്യമാണ്. ലിയുഅലമ അന്നമാ യറാഹു മിൻ അയ്യി നൗഇൻ ഹുവ, ഇതേത് ഇനത്തിൽ പെട്ടതാണെന്നറിയാൻ വ്യക്തമായി തന്നെ ഇത് അറിയുന്ന ഒരാൾക്ക് മാത്രമേ കഴിയൂ. ഇവിടെ ഉറക്കവും പറഞ്ഞിട്ടുണ്ട്, ഉണർച്ചയും പറഞ്ഞിട്ടുണ്ട്, ഒരു സംശയവും ഇല്ല താരിമിയയിൽ. പക്ഷേ നമ്മുടെ വിഷയത്തിൽ നിങ്ങൾ വായിച്ച അലാ അന്ന ശൈത്താന ഖാദിറുൻ എന്നത് അവിടെ പറഞ്ഞതാണോ? ആണോ? നിങ്ങൾ ഈ വരി ഇങ്ങനെ വായിച്ച് പിന്നെ നേരെ അപ്പുറത്തേക്ക് ഒരൊറ്റ ചാട്ടം ചാടിയല്ലോ, അത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഒന്നുകൂടി വെച്ചു കൊടുക്കുക, അയാൾ ബാക്കി വായിക്കട്ടെ, ശരിക്കും ശ്രദ്ധിച്ചോളി. സ്വപ്നത്തിന്റെ മലക്കിന്റെ ഇൽഹാമിലൂടെ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടായതേക്കാം. അപ്പൊ എല്ലാം ശരിയാന്ന് പറയാൻ പറ്റൂല. ഇതൊക്കെ കള്ള സൂഫിയകളെ ഗണ്ണിക്കാണ്. ആ ഗണ്ണനം തുടർന്നുകൊണ്ട് പറയാണ്, ഇതിപ്പോ ഹനീഫനൊക്കെ അപ്പുറത്താക്കിയല്ലപ്പത്. പണ്ട് ഫീഹി ഇല്ലത്താനി എന്ന് വായിച്ചു വന്നിരുന്ന ഒരാൾ, നമ്മൾ അബൂ യഅല ഇമാമിന്റെ ഹദീസ് ഉദ്ധരിച്ചപ്പോ ഫീഹി ഇല്ലത്താനി, അതിൽ 2 ഇല്ലത്തുണ്ട് എന്ന് അൽബാനി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു വാദപ്രതിവാദത്തിൽ ഉന്നയിച്ചിരുന്നു. അപ്പൊ എന്താ അവിടെ സംഭവിച്ച്? ഹദീസ് കഴിഞ്ഞ് 10-12 വിഷയം മാറി ഇമാം ഹാക്കിം തങ്ങളുടെ ഹദീസിന്റെ റിപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞതാണ് നേരെ ഒരൊറ്റ ചാട്ടത്തിൽ അവിടെ ഫീ ഇല്ലത്താനിയിലെത്തിയത്. അവിടെ 12 വരിയാ പെട്ടത്, ഇവിടെ വിട്ടത് 20 വരിക. ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കി കാണിച്ചത് ആ ചാട്ടത്തിന്റെ ഗതി. ആ കിതാബിന്റെ പേജ് ഒന്ന് കൊണ്ടുവരും. വസീലത്തുൽ അഹ്മദിയയുടെ വസീലത്തുൽ അഹ്മദിയ എന്നുള്ള കിതാബാണത്. അതിൻ്റെ മുകളിൽ അടയാളപ്പെടുത്തിയത് അദ്ദേഹം വായിച്ചതാണ്. ആ മഞ്ഞ കളറിൽ നിങ്ങൾക്ക് കാണാം, അദ്ദേഹം വായിച്ചു കൊണ്ടുവന്ന സംഗതിയാണ് ആ വായിച്ചത്. വബഅദുഹു മിനല്ലാഹി ബിഇൽഹാമിൻ മലക്കിർ റുഅ്യ ഫലാ ബുദ്ദ മിനത് തമയ്യുസി ബൈന ഹാദിഹി സലാസ. ഇതാണ് അദ്ദേഹം ആ മഞ്ഞ വായിച്ചത്. പിന്നെ അയാൾ ഖാദിറുൻ അലാ അന്ന ശൈത്താന എന്ന് വായിക്കുന്നത് ഏറ്റവും ഒടുവിൽ മഞ്ഞ കളറിൽ ഞാൻ കൊടുത്ത വാക്കാണ്. അതിൻ്റെ ഇടയിൽ നിങ്ങൾ കണ്ടോ, ആ സൈഡിൽ നമ്മൾ അടയാളപ്പെടുത്തിയ 20ഓളം വരികൾ ചാടിക്കടന്നാണ് അദ്ദേഹം അലാ അന്ന ശൈത്താന ഖാദിറുൻ എന്ന് വായിച്ചത്. ഈ 20 വരിക്കിടയിൽ വിഷയം മാറിയിട്ടുണ്ട് ദാരിമി ഉസ്താദേ. അതാ ഞങ്ങൾ പറഞ്ഞത്, ഇത് വിഷയത്തിൽ നിന്ന് തെറ്റിയിട്ടുണ്ട്. ഉറക്കും ഉണർച്ചയൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു ഫലാ ബുദ്ദ മിൻ ആലിമിൻ, അതുകൊണ്ട് തന്നെ നല്ലൊരു ആലിം ഇവിടെ വേണം. യഅലമുൽ മുറാദ മിൻഹു, നല്ല മുറാദ് അറിയുന്ന ഒരാൾ വേണം.
എന്നിട്ട് അതിനെ നല്ല വ്യാഖ്യാനം കൊടുക്കുന്ന ഒരാളെ കണ്ടെത്താതെ ഈ സ്വപ്നമൊന്നും തീരുമാനിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഫതഅമ്മൽ, നന്നായി ചിന്തിച്ചു മനസ്സിലാക്കിക്കോ എന്ന് കഴിഞ്ഞ് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടു. അതാണ് കഴിഞ്ഞ കാര്യമി. ഇതാ ഞാൻ പറഞ്ഞു നേരെ ചർച്ച ചെയ്യണം. എന്നിട്ട് അടുത്ത വിഷയം തുടങ്ങാണ്. വമിനൽ മഅലൂമി ഖത്അൻ, ഉറപ്പിക്കപ്പെട്ട സംഗതികളിൽ പെട്ടതാണ് അന്നൽ ഖവാരിക, ഖവാരിക്കുൽ ആദാത്തായ സംഭവം അഥവാ മനുഷ്യന് കഴിയാത്ത, സാധാരണക്കാർക്ക് കഴിയാത്ത സംഭവങ്ങൾ, ലൈസത്ത് മുഖ്തസറത്തൻ അലൽ മുഅ്ജിസത്തി വൽ കറാമ, ആ ഖവാരിക്കുൽ ആദാത്ത് മുഅ്ജിസത്തും കറാമും മാത്രമല്ല, ബൽ ഖദ് യകൂനു ഇസ്തിദ്റാജൻ, അത് ചിലപ്പോൾ ആ ആളിൽ നിന്നുണ്ടായത് ഇസ്തിദ്റാജനാകും. ഇസ്തിദ്റാജ് എന്ന് പറഞ്ഞാൽ അത് കറാമത്തല്ല, അത് ആ ആൾക്കൊരു പരീക്ഷണമായിട്ട് ചിലപ്പോൾ ശിക്ഷയായിട്ടൊക്കെ ഉണ്ടായതാകും, ദജ്ജാലൊക്കെ അത്ഭുതം കാണിക്കുന്നത് പോലെ. എന്നിട്ട് പറയാ ഫമത്താ സദറത്ത് മിൻഹു ഖലലുൻ ഫി ഇഅ്തിഖാദിഹി വഅമലിഹി, ഒരാളുടെ വിശ്വാസത്തിലും പ്രവർത്തനത്തിലും തെറ്റ് സംഭവിച്ചാൽ, അവനിൽ നിന്ന് അത്ഭുതം വന്നാൽ യുഹ്കമു ബികൗനിഹി ഇസ്തിദ്റാജ, അവിടെ ഇസ്തിദ്റാജ് എന്ന് മനസ്സിലാക്കണം. ലാ കറാമത്തൻ, അത് കറാമത്തല്ല. അപ്പൊ ആ അസംഭവ്യമായ കാര്യങ്ങൾ സംഭവിക്കുന്നിടത്തുള്ള ബഹ്സിലാണ് അതിങ്ങനെ വിശദീകരിച്ച് അലാ അന്ന ശൈത്വാന ഖാദിറുൻ അലാ അൻ യഖൂല ലിൽ ഇൻസാനി അന റസൂലുള്ളാഹ് വലാകിൻ ലാ യതശക്കലു ലിശക്ലിഹി അലൈഹിസ്സലാം. യഖ്ലത്തിൽ ഖവാരിക്കുൽ ആദാത്തായി സംഭവിക്കുന്ന കാര്യത്തിൽ അവിടെയാണ് പറയുന്നത് അന റസൂലുള്ളാഹ് എന്ന് പറയാൻ അവന് കഴിയും. അതേ സമയത്ത് ഒറിജിനൽ രൂപത്തിൽ വന്ന് പറയാൻ കഴിയില്ല. ഈ ഖവാരിക്കുൽ ആദാത്തായി നേരിട്ട് യഖ്ലത്തിൽ കാണുന്ന വിഷയം പറയുമ്പോൾ അവിടെ എങ്ങനെ സ്വപ്നം വരിക? സ്വപ്നം ഖവാരിക്കുൽ ആദാത്താണോ? ആണോ? ഖവാരിക്കുൽ ആദാത്ത് അസംഭവ്യമായ കാര്യം അഥവാ യഖ്ലത്തൻ കാണുക, ഇത് സാധാരണ സംഭവിക്കുന്നതല്ല, ഇത് കറാമത്തായി സംഭവിക്കുന്നതാണ്. ഔസുൽ അഅ്ലം റളിയല്ലാഹു അൻഹു കാണുന്നു, വലിയ ഔലിയാക്കന്മാർ കാണുന്നു, അത് കറാമത്തിൽ സംഭവിക്കുന്നതാണ്. കറാമത്തിൽ സംഭവിക്കുന്നിടത്തുള്ള ചർച്ചയിലാണ് ഇസ്തിദ്റാജായി വരുമെന്ന് പറഞ്ഞത്. അവിടെ കയറി പറഞ്ഞതാണ് അല്ല. ഇസ്തിദ്റാജും അതുപോലെ തന്നെ ശൈത്വാൻ നേരിട്ട് വന്ന് അവൻ പറയും അന റസൂൽ, പക്ഷേ റസൂലുള്ളാഹിന്റെ ഒറിജിനൽ രൂപത്തിലാകൂല. ഉണർച്ചയുടെ കാര്യ ദാരിമിയെ പറഞ്ഞ് ആ പേജിന്റെ ആദ്യ വരിയിൽ മനാമുന്നുണ്ടായതുകൊണ്ട് അങ്ങനെ എവിടെ വരിക? അത് ഫുൾ സ്റ്റോപ്പ് ഇട്ട് അടുത്ത സംഭവം തുടങ്ങുകയാണ്. എന്നിട്ട് അവിടെയാണ് അല അന്ന ശൈത്താന ഖാദിറുൻ എന്ന് പറഞ്ഞത്. വസീലത്തുൽ അഹ്മദിയ അറിഞ്ഞാൽ മഹ്ശറയിൽ മാത്രം കിട്ടുന്ന സംഭവമൊന്നും അല്ലത്, അത് ഇവിടൊക്കെ മൗജൂദാണ്. അതിന്റെ കോപ്പികൾ ആർക്കും ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പൊ അവിടെ പറഞ്ഞത് ഉണർച്ചയിൽ സംസാരിക്കുന്ന വിഷയമാണ്, അത് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതേ അല്ല. അതാണ് തെളിയിക്കണമെങ്കിൽ അടുത്തൊരു ദാരിമി ജനിക്കേണ്ടി വരുന്നാലും അസാധ്യമാണ്. 10-20 വരി കട്ട് ചെയ്ത് അപ്പുറത്തേക്ക് ചാടിയാൽ ഞങ്ങളെ പിടിക്കൂലേ? അതേ ഞാൻ പറഞ്ഞ വാദപ്രതിവാദത്തിൽ കിട്ടണങ്ങളെ ഈ ജാതി എല്ലാം പിടികൂടേണ്ടതുണ്ട്. ശൈത്താൻ പിശാചുവാദം സ്ഥിരപ്പെടാൻ വേണ്ടി ഈ ജാതി കള്ളത്തരം എന്തിനാ കിതാബിൽ നടത്തുന്നത്? എവിടെ ഒരു മൂലയിൽ വായിക്ക, എന്നിട്ട് നേരെ ഒരൊറ്റ പോക്ക അലായിയക്കൂല. എന്ത് അല? അതിനുമ്പ് ആ വിഷയമൊക്കെ കഴിഞ്ഞ് വേറെ വിഷയം തുടങ്ങി അതിന്റെ ബഹ്സ് നടക്കുക. എന്നിട്ട് വസായിലുള്ള അൽ വസീലത്തുൽ അഹ്മദിയയിലുണ്ട്. എന്നിട്ട് മൂപ്പരുടെ ഒരു ചോദ്യവും, അങ്ങനെയാണെങ്കിൽ ഉണർച്ചയിൽ പറ്റുന്നാണോ നിങ്ങൾ പറയുന്നത്? ഉണർച്ചയിൽ ഇസ്മത്തില്ലേ? അയാൾ പറയട്ടെ ഒന്നുകൂടി. പറയുന്നത് ഒട്ടനേകം ഇമാമിയങ്ങൾ രേഖപ്പെടുത്തിയത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എന്താ പറയുന്നത്? വലൂ തമക്കന ശൈത്താനു, ഞാനിത് വായിക്കുന്നത് ഫത്ഹുൽ ബാരിയിൽ നിന്നാണ്, 12-ാം വാല്യം 384-ാമത്തെ പേജിൽ നിന്നാണ് വായിക്കുന്നത്. വലൂ തമക്കന ശൈത്താനു മിന തംസീലി ബിശൈഇൻ മിമ്മാ കാന അലൈഹി ഔ യുൻസ്. അതിന്റെ ലാസ്റ്റ് മുമ്പ് പറഞ്ഞു വരുന്നത്
ഫതുൽ ബാരിന്റെ ഇബാറത്തിൽ ഉണർച്ചയിലും ഇസ്മത്തുണ്ട്. ഉറക്കിൽ ഇസ്മത്തുള്ള പോലെ കമാഫിൽ യഖ്ള, ഇസ്മത്ത് യഖ്ളത്തിലുമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ ഉണർച്ചയിലും ഉറക്കിലുമൊന്നും അങ്ങനെ സംഭവിക്കാൻ പാടില്ലല്ലോ. ഇസ്മത്ത് എന്ന് പറഞ്ഞ ആവശ്യമുള്ളവർക്കുണ്ടാകുന്നതാണ്. ദാരിമി അവറുകളെ, ഉണർച്ചയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലാഹിറിൽ പ്രത്യക്ഷത്തിൽ ഒറ്റ രൂപമുള്ളത്. അതുകൊണ്ട് തന്നെ ഉണർച്ചയിൽ വേറൊരു കോലത്തിൽ വന്ന് ഞാൻ റസൂലാണെന്ന് ഒരുത്തം പറഞ്ഞാൽ അത് പിശാചായാലും ഇനി മീർസാ ഗുലാമായാലും ആരായാലും അയാൾ ഉണർച്ചയിൽ ഇപ്പൊ കറുത്ത് ഏതെങ്കിലും ഒരു രൂപത്തിൽ വിരൂപിയായ ഒരാൾ വന്നിട്ട് ഞാൻ മുത്തു റസൂലാണെന്ന് പറഞ്ഞാൽ ആളുകൾ ആ സെക്കൻഡിൽ തള്ളിക്കളയത്. അതിനവിടെ വേറൊരു ഇസ്മത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇസ്മത്ത് അവിടെ എങ്ങനെയാ വേണ്ടത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒറിജിനൽ രൂപത്തിൽ ഉണർച്ചയിൽ വന്ന് അന റസൂലുള്ളാഹി എന്ന് പറയാം. അത് കഴിഞ്ഞാൽ ഇസ്മത്തിനെതിരാവും. അതിൽ നിന്ന് കാവലുണ്ട്. അതേ സമയത്ത് ഉണർച്ചയിലല്ല, ഉറക്കത്തിലോ? ഉറക്കത്തിൽ ഇന്ന രൂപത്തിലേ വരൂ എന്നില്ല. ഉറക്കത്തിൽ ഏത് രൂപത്തിലും വരാം. ഫീ കുല്ലി സൂറ, എല്ലാ രൂപത്തിലും വരാം. 1,24,000 രൂപത്തിൽ വരുമെന്ന് ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് ഉദ്ദബ്ബാഹ് തങ്ങൾ പറയുന്നു. 70,000 രൂപത്തിൽ വരുന്ന ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു. അപ്പൊ ആ രൂപങ്ങളിലൊക്കെ ഇസ്മത്ത് വേണം. അവിടെ മുഅയ്യനല്ല രൂപം സ്വപ്നത്തിൽ. അതുകൊണ്ട് തന്നെ സ്വപ്നത്തിലാകുമ്പോൾ ഹബീബായ തങ്ങൾ ദുനിയാവിലുണ്ടായപ്പോൾ ഉള്ള രൂപത്തിലോ മറ്റു രൂപത്തിലോ പിശാചിന് വന്ന് അന റസൂലുള്ളാഹി എന്ന് പറയാൻ പാടില്ല. അവിടെ ഇസ്മത്ത് അതാണ്. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒറിജിനൽ രൂപത്തിൽ എന്ന് പറഞ്ഞിടത്ത് അവിടെയുള്ള ഇസ്മത്ത് അത് വേറെയാണ്. ഇത് രണ്ടും കമാ ബാറക്ത അല ഇബ്രാഹിമ എന്ന് പറയുമ്പോഴേക്ക് ഇബ്രാഹിം നബിക്ക് കൊടുത്ത അതേ ബറക്കത്ത് തന്നെയാണ് മുത്തു റസൂലിനൊന്നും കൂടി മനസ്സിലാക്കല്ല. അവിടെ തഫ്സീറുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഖൂത്തുൽ മുഖ്തദി എന്ന കിതാബിൽ മഹാനവറുകൾ പറയുന്നുണ്ട്, ആദ്യ സമയത്ത് കുന്തു അഖംതു ദഹ്റൻ അളുന്നു അന്ന ഹാദാ ഇന്നമാ യകൂനു ഫീമാ ഇദാ റആതിൽ കസൂറത ബിഐനിഹാ വ ഇന്നമാ യഅലമു ബിദാലിക അസ്ഹാബ അല്ലദീന റഔഹു ഫിൽ യഖ്ള ഔ മൻ വഫഖഹു അല്ലാഹു ലിദാലിക മിൻ ഗൈരിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണണമെങ്കിൽ റസൂലുള്ളാഹിന്റെ ജീവിതത്തിലുള്ള രൂപം തന്നെ അറിയണം. അതുപോലെ സ്വഹാബത്തിനോ പണ്ഡിതന്മാർക്കോ അറിയൂ എന്നായിരുന്നു കാലങ്ങളോളം ഞാൻ മനസ്സിലാക്കിയിരുന്നത്. പിന്നെ ഞാൻ എന്നെ തന്നെ വിമർശിച്ചു. അത് ശരിയല്ലെന്ന് എൻ്റെ ശരീരത്തെ ഞാൻ പഠിപ്പിച്ചു. അതെങ്ങനെ? നേരെ ഉണർച്ചയിൽ കണ്ണുകൊണ്ടുള്ള കാഴ്ചയാകുമ്പോഴാണ് റസൂലുള്ളാഹി തങ്ങളാണെന്ന് ഉറപ്പിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒറിജിനൽ രൂപമാകണമെന്നും അതുപോലെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് വഇന്നമാ ഹിയ ഹുൽമിയ. എന്നാൽ ഇവിടത്തെ വിഷയം സ്വപ്നമാണ്. സ്വപ്നമാകുമ്പോൾ ആ നിബന്ധന ഇല്ല. അത് രണ്ടും രണ്ടാണെന്ന് പിന്നീട് ഞാൻ മനസ്സിലാക്കുകയും അതിൽ നിന്ന് മടങ്ങുകയും ചെയ്തു എന്ന് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പലരും അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഉറക്കത്തിൽ എല്ലാവർക്കും കാണാം. അതാണ് ഇംദാദിൽ പറഞ്ഞത്. ഉമൂമ് അങ്ങനെ തന്നെ ഉണ്ട്. ഉണർച്ചയിൽ കാണുമ്പോൾ ഔലിയാക്കന്മാരാകണം. അത് ഖവാരിഖുൽ ആദാത്തായി കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ അഹ്മദിയ വസീലത്തുൽ അഹ്മദിയിൽ നിന്ന് വായിച്ച ഭാഗം ആ ഖവാരിഖുൽ ആദാത്തായ യഖ്ളത്ത് ബയാൻ ചെയ്യുന്ന സ്ഥലമാണ്. അതൊരിക്കലും ഇങ്ങോട്ട് എടുത്തുകൊണ്ടുവരണ്ട. സംഗതി ഖാദിർ എന്നൊക്കെ ഉണ്ട്, പക്ഷെ വായിച്ച സ്ഥലം മാറിപ്പോയി. ദാരിമി അവറുകളെ മനസ്സിലായില്ലേ? ഇനി മൂപ്പര് ആ ലാസ്റ്റ് തന്നുകൊണ്ടൊരു മോനെ ഒരു വാദപ്രതിവാദത്തിന് വെല്ലുവിളി. ഇതാണ് ഇപ്പൊ ഇതിന്റെ ആകത്തുക. ഞാൻ പറഞ്ഞതിന്റെ ആകത്തുക 3 കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയപ്പെട്ട രൂപത്തിലോ അല്ലാത്ത രൂപത്തിലോ കണ്ടാൽ അത് പിശാചിൽ നിന്നല്ല, ഹബീബായ തങ്ങളിൽ നിന്നാണ്. അറിയപ്പെട്ട രൂപത്തിലാണെങ്കിൽ അവിടെ വ്യാഖ്യാനം വേണ്ട, അല്ലെങ്കിൽ വ്യാഖ്യാനം വേണം.
ഇതാണ് അഹ്ലുസുന്നയുടെ ഇമാമിങ്ങൾ വ്യക്തമാക്കിയത്. ഇതിനെതിരെ ഏത് കിതാബ് നോക്കിയാലും ഏത് ഇബാറത്തുകൾ ഹാജരാക്കിയാലും രണ്ട് രൂപത്തിലേ കഴിയൂ. ഒന്ന്, അബ്ദുല്ലാഹിബ്നു അബ്ബാസ് തങ്ങളിൽ നിന്ന്, ഇബ്നു സിരീൻ തങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചു പറയുന്നത്, അതിന്റെ വ്യാഖ്യാനം ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു. ആ പറഞ്ഞത് പൂർണ്ണമായ കാഴ്ചക്കാണ്, അടിസ്ഥാന കാഴ്ചക്കല്ല. മൂന്ന്, സ്വഹാബിയാകണം, പണ്ഡിതനാകണം എന്നൊക്കെ പറഞ്ഞ എല്ലാ കൗലുകളും അത് മടങ്ങുന്നത് ഖറാഫിയിലേക്കാണ്. ആ ഖറാഫി ഇമാമിന്റെ കൗലാണെങ്കിലോ അന്ന് തന്നെ തള്ളിയതാണ്. തള്ളിയിട്ടില്ല എന്ന് പറഞ്ഞവർ അതിനെ വ്യാഖ്യാനിക്കുകയാണ് ചെയ്തത്. അതാണ് കവാക്കിബുസ് സാഹിറയിൽ ഖറാഫി പറഞ്ഞതിന്റെ ഉദ്ദേശം ഇമാം ഖാദി ഇയാദ് പറഞ്ഞതാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പിശാചുവാദികൾക്ക് അഹ്ലുസുന്നയുടെ ഒരു ഇമാമിന്റെയും പിന്തുണയില്ല. നിങ്ങളെ വാദം എന്താ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്ന് അവകാശപ്പെട്ട് പിശാച് വരും സ്വപ്നത്തിൽ. അതിന് ഒരു തെളിവും ഇല്ല.